ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫ്രണ്ട്സ് കിച്ചൺ വേൾഡ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പൊട്ടറ്റോ കൊണ്ടുള്ള ഒരു അടിപൊളി കുൽഫിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു വെറൈറ്റി കുൽഫിയാണിത്. വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിലുള്ള കുറച്ച് സാധനം കൊണ്ട് ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിനാവശ്യമായ സാധനം പാല്, പഞ്ചസാര, അല്പം മിൽക്ക് മെയ്ഡ്, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ പൊട്ടാറ്റോ. ഇവിടെ ഞാൻ 2 പൊട്ടാറ്റോ ആണ് പുഴുങ്ങിയെടുക്കുന്നത്. ഉപ്പൊന്നും ചേർക്കാതെ 2 വിസിൽ വരുന്നത് വരെ പുഴുങ്ങിയെടുക്കാം. ഉരുളക്കിഴങ്ങ് പുഴുങ്ങുമ്പോൾ നന്നായി വെന്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം കാണും. അതുകൊണ്ട് നന്നായി വേവിച്ചിട്ട് വേണം ഇതെടുക്കാൻ. ഇനി നമുക്കിതൊരു ജാറിലേക്കിട്ട് നന്നായി ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. പഞ്ചസാര നിങ്ങൾക്ക് എത്ര ആവശ്യമാണോ അത്രയും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതിനും മധുരമുള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണം ചേർക്കാൻ. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ട പാല് കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. എൻ്റെ കുൽഫി മിക്സ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ വനില എസൻസോളം ഞാനിവിടെ ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടം അത്രയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒന്നും കൂടെ അരച്ചതിന് ശേഷം നമുക്കിതാ ഈ മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒരു മോൾഡ് എടുത്ത് ഇതിലേക്ക് കുൽഫി മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇതാ ഞാനിപ്പോൾ മൊത്തമായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നട്ട്സോ ഫ്രൂട്ട്സ് പീസോ എന്ത് വേണമെങ്കിലും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ബദാമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ചോക്കോ ചിപ്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ സ്റ്റിക്ക് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്കിതൊക്കെ ഒന്ന് അടച്ചു വെക്കാം. ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ചെടുക്കാം. ഇനി മോൾഡ് ഇല്ലാത്തവർ ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ വെച്ച് ഫോയിൽ കൊണ്ട് ഒന്ന് മുകൾ ഭാഗം ഒന്ന് അടച്ചതിന് ശേഷം സ്റ്റിക്ക് ഉപയോഗിച്ച് ഒന്ന് കുത്തിവെക്കാം. ഐസ്ക്രീം സ്റ്റിക്കൊക്കെ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ 2 ബാലൻസ് സ്റ്റിക്ക് എൻ്റെ ബാക്കിയുണ്ടായിരുന്നു. അത് വെച്ചാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇതുപോലെ ഇതിൽ ഇറക്കി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോൾഡ് ഇല്ലാത്തവർക്കും കുൽഫി വീട്ടിൽ തയ്യാറാക്കാം. എൻ്റെ ടേസ്റ്റിയായ ഉരുളക്കിഴങ്ങ് കുൽഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലോക്ക്ഡൗൺ കാരണം ആരും ഇപ്പോൾ പുറത്തു പോകാറില്ലല്ലോ. പിന്നെയാണെങ്കിൽ വളരെയധികം ചൂടുമുള്ള കാലാവസ്ഥയുമാണ്. അതുകൊണ്ട് ഇതുപോലെ തണുത്ത റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും നല്ല ടേസ്റ്റി ആയ ഒരു റെസിപ്പിയാണിത്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. എൻ്റെ വീഡിയോസ് ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. Thank you for watching.